താരങ്ങളുടെ സംഘടനയായ അമ്മ മറ്റൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സംഘടനയിലെ ഉന്നത നേതൃത്വത്തിനെതിരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ സംഘടനയുടെ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയ പ്രസിഡന്റ് ശ്വേതാ മേനോൻ സംഘടനയ്ക്കുള്ളിൽ തനിക്കെതിരെ ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടാൽ പദവി ഒഴിയാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് രാജിവെച്ച നടി അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഈ പുതിയ തർക്കങ്ങൾക്ക് തുടക്കമിട്ടത്. താൻ കടുത്ത മാനസിക പീഡനം അനുഭവിച്ചുവെന്നും ടിനി ടോം തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ നടത്തിയെന്നുമാണ് അൻസിബയുടെ പ്രധാന ആരോപണം. തന്നോട് വ്യക്തിപരമായി വിരോധമുള്ളവർ തന്നെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ജിഹാദി എന്ന് വിളിച്ച് അപമാനിക്കുകയും മതപരമായ അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തുവെന്നും അൻസിബ വെളിപ്പെടുത്തി. താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് സംഘടനയ്ക്ക് പരാതി നൽകിയെങ്കിലും ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള നേതൃത്വം അതിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതെന്നും അൻസിബ ആരോപിച്ചു. താരസംഘടനയായ അമ്മയിൽ ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ശ്വേതാ മേനോൻ നടത്തിയ പ്രതികരണങ്ങൾ സംഘടനയ്ക്കുള്ളിലെ ഭിന്നതകളെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. ഏറെ നാളായി ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്ന ശ്വേത ഒടുവിൽ മാധ്യമങ്ങളിലൂടെ അൻസിബ ഹസൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ തികച്ചും നിരപരാധിയാണെന്നും സംഘടനയുടെ പ്രവർത്തനങ്ങളെ തകിടം മറിക്കാനും തന്നെ വ്യക്തിപരമായി തകർക്കാനുമുള്ള കരുനീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ടെന്നുമാണ് ശ്വേതയുടെ പ്രധാന വാദം. സംഘടനയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകുന്നതിനിടയിൽ ഇങ്ങനെയൊരു വിവാദം അപ്രതീക്ഷിതമായി ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്ന് അവർ ശക്തമായി സംശയിക്കുന്നു. അൻസിബയുടെ പരാതി സംബന്ധിച്ച കാര്യത്തിൽ തനിക്ക് കാര്യമായി പങ്കില്ലെന്നും ആ പരാതി മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനു ശേഷം മാത്രമാണ് ഔദ്യോഗികമായി തനിക്ക് ലഭിച്ചതെന്നും ശ്വേത വ്യക്തമാക്കി. അൻസിബയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെങ്കിലും അവർ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ലെന്നും ശ്വേത കൂട്ടിച്ചേർത്തു. അതേസമയം സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ പൂർണ്ണ സജ്ജമാണെന്ന് പറയുന്ന അവർ അടുത്ത മാസം ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞ ശ്വേത, എന്നാൽ താൻ തോൽക്കാൻ വന്നതല്ലെന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖത്തു നോക്കി തന്നെ പറയുമെന്നും നിലപാട് വ്യക്തമാക്കി. ഇതിനു പുറമെ ടിനി ടോമിനെതിരെ കൂടുതൽ താരങ്ങൾ രംഗത്തെത്തിയതോടെ സംഘടനയിലെ ഭിന്നത രൂക്ഷമായി. എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പും ടിനി ടോമിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകി. ഒരു കുടുംബ സംഗമത്തിനിടയിൽ ടിനി ടോം തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് നീന കുറുപ്പ് ആരോപിക്കുന്നു. അതേസമയം സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾക്കിടയിൽ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. അൻസിബയെയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കം ഒരു വ്യക്തിപരമായ വിഷയമാണെന്നും അത് സംഘടനയ്ക്ക് പുറത്ത് തീർക്കേണ്ടതാണെന്നുമാണ് ലക്ഷ്മിപ്രിയയുടെ വാദം. എന്നാൽ സംഘടനയെ ദുർബലപ്പെടുത്താൻ നീന കുറുപ്പ് ശ്രമിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. സംഘടനയുടെ നിലവിലെ പ്രവർത്തനങ്ങളിലുള്ള അതൃപ്തി പല അംഗങ്ങളും പരസ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും മറ്റു ചില ഉന്നതരും ചേർന്നാണ് സംഘടന ഭരിക്കുന്നതെന്നും പ്രസിഡന്റിന് പോലും പല കാര്യങ്ങളും അറിയില്ലെന്നുമാണ് ഉയരുന്ന വിമർശനം. ഈ വിഷയത്തിൽ മുൻ നേതൃത്വങ്ങളും മുതിർന്ന താരങ്ങളും മൗനം പാലിക്കുകയാണ്. എങ്കിലും ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന വാർഷിക പൊതുയോഗം നിർണായകമാകും. സംഘടനയുടെ അസ്തിത്വം നിലനിർത്താൻ സമഗ്രമായ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാണ്. അമ്മയിലെ ഈ തർക്കങ്ങൾ വെറും ഒരു വ്യക്തിഗത കലഹമല്ല, മറിച്ച് സംഘടനയുടെ സുതാര്യതയെയും വിശ്വാസ്യതയെയും ബാധിക്കുന്ന ഒന്നാണ്. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംഘടന തയ്യാറാകുമോ അതോ പൊതുയോഗത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.